ഇമ്പോർട്ട് കൊടുക്കുക. ഇമ്പോർട്ടിലെ മെർജ് കൊടുക്കുക. പിന്നെ നമ്മൾ ഡോറും വിൻഡോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഗ്രൂപ്പാക്കി ഇടും. മൊത്തത്തിൽ ഒരു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് മെറ്റീരിയലൊക്കെ കൊടുത്തിട്ട് ഗ്രൂപ്പാക്കി ഇടുക. എന്നിട്ട് നമ്മളിതിനെ മെർജ് കൊടുത്തു കഴിഞ്ഞാൽ ഡോറ് കൊടുക്കുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഡോർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പിൻ്റെ പേര് കാണിക്കും. അതല്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളിപ്പോൾ എന്തെടുത്തിട്ടാണോ വരച്ചത് ആ ഡോറ് അതിൻ്റെ റെക്റ്റാങ്കിളിനോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞിട്ട് ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ അതിന് പകരം മറ്റു ഗ്രൂപ്പാക്കി ഇടുക. എന്നിട്ട് ഇതിനെ പിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ ഡോറോട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് മെർജ് വിൻഡോ വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾ ഓരോ സ്ഥലത്തും കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിപ്പം ഒരു ഇതിന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് ഡോറ് പ്ലേസ് ചെയ്യുന്നത്. ഡോർ എടുക്കാം. ഏകദേശം ഇതിൻ്റെ ആ ഒരു സ്പേസിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് സ്നാപ്പ് ഓൺ ആക്കിയിട്ട് ഈ പോയിന്റിനെ വിളിച്ചിട്ട് കറക്റ്റ് ഇതിനുള്ളിൽ കൊണ്ടുപോയി ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഡോർ ഫിക്സ് ആവും. അതുപോലെ തന്നെ മുകളിൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു കോപ്പി എടുത്ത് വയ്ക്കാം. സ്നാപ്പ് ഓൺ ആക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ ഡോറ് വെക്കാം. അല്ലെങ്കിൽ നമുക്ക് മറ്റേതൊന്ന് ഡോർ എടുത്തിട്ട് അതിന് മെറ്റീരിയൽ കൊടുത്തിട്ട് വെച്ചാലും ഈ വിൻഡോ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുമാതിരി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇവിടെ സൈഡിലെ വിൻഡോസ് ഉണ്ടെങ്കിൽ അതും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ചെയ്ത് കഴിഞ്ഞിട്ട് ഹെഡോട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മെറ്റീരിയൽ കൊടുക്കാം. മെറ്റീരിയൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് നമ്മുടെ ഫ്ലോറിൻ്റെ ടൈലിന് വേറെ പിന്നെ ഇവിടുത്തെ തറയുടെ പോർഷന് വേറെ രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയലാണ്. അപ്പോൾ ആദ്യം ഇതിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഹൈഡ് അൺസെലക്ഷൻ കൊടുക്കും. ഹൈഡ് അൺസെലക്ഷൻ അതായത് ഇത് മാത്രമാക്കിയിട്ട് വെക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ പോളിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി കൊടുക്കാം.
എന്നിട്ട് ഇതിനെ പോളിഗൺ കൊടുത്തിട്ട് ഈ ഒരു ഫേസ് പിക്ക് ചെയ്യാം. ഈ ഒരു ഫേസ് പിക്ക് ചെയ്തിട്ട് ഉള്ളിലത്തെ ആ ഒരു പ്ലിന്തിൻ്റെ ആ ഒരു ഇത് കൊടുക്കാം. അതിനുവേണ്ടി ജസ്റ്റ് ഇൻസേർട്ട് കൊടുക്കാം. ഇൻസേർട്ട് കൊടുത്തിട്ട് ഒരു 10 കൊടുക്കുക, ഫിനിഷ് കൊടുക്കുക. അപ്പോൾ രണ്ടും രണ്ട് സെലക്ഷനായിട്ട് രണ്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റെപ്പ് 4 കൊടുത്താൽ കണ്ടു രണ്ട് സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ വെർട്ടെക്സിലിടുക. ജസ്റ്റ് ടോപ്പിൽ പോയിട്ട് ഇത് ഈ ഒരു പോർഷൻ സിറ്റ് ഔട്ടിൻ്റെ പോർഷനിൽ പക്ഷേ ടൈൽ ഇങ്ങനെ കവറായിട്ട് വരും. ബാക്കിയുള്ള പോർഷനിൽ ഈ പ്ലിന്തിൻ്റെ പ്രൊജക്ഷനിലാണ് നമ്മുടെ ടൈല് വരില്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകണം. പക്ഷെ നമുക്ക് അവിടെ ഒരു പോയിന്റ് ഇല്ല. അപ്പോൾ അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്വിക്ക് സ്ലൈസ് കൊടുക്കുക. ക്വിക്ക് സ്ലൈസ് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പോയിന്റിനെയും ഈ ഒരു പോയിന്റിനെയും പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും ക്വിക്ക് സ്ലൈസ് എടുക്കുക. ഈ ഒരു പോയിന്റിന് പിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ പോയിന്റ് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പോയിന്റുകൾ കിട്ടി. ജസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഇട്ടിട്ട് നമ്മളിവിടെ പോളിഗൺ കൊടുത്തു. ഇതിനെ കൺട്രോൾ യൂസ് ചെയ്തിട്ട് ഇതിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് മെറ്റീരിയൽ കൊടുക്കുക. ഇതിലേക്ക് നമ്മളിപ്പം വീറ മെറ്റീരിയൽ ആഡ് ആക്കാണ്. ഇവിടെ പോയിട്ട് വീറ MTL കൊടുത്തു. ഓക്കെ, ഒരു 3 മെറ്റീരിയൽ ആഡ് ആക്കി. എന്നിട്ട് ഇതിനെ പിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ കോസ്മോസ് ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് വേണമെങ്കിൽ ചെയ്ത് നോക്കിക്കോ. ഫോണേക്കാൻ പോകും. എന്നിട്ട് ലാബിൽ അവിടെ പോയി ചെയ്താൽ മതി. അവിടെ വേറെ മെറ്റീരിയൽസ് ഒന്നും ആഡ് ആക്കാൻ പറ്റില്ല. ഇവിടെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ബാക്കിയുള്ള നിങ്ങൾ അവിടെ ചെയ്താൽ മതി. ഇവിടെ നമ്മളിവിടെ ടൈല് കൊടുത്തു. ഞാനിപ്പോൾ ഈ ഒരു ടൈല് ആഡ് ആക്കി. എന്നിട്ട് അടുത്തൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഈ ഒരു ടൈൽ ആഡ് ആക്കി. ഇനി ഇതിനെ സെലക്ട് ചെയ്ത്, അതായത് ഫസ്റ്റ് ആ വൈറ്റ് ടൈലിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മൾ അസൈൻ ചെയ്യാം. അസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇതിൽ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, മാപ്പ് സ്കെയിലർ വെച്ചിട്ട് സ്കെയിലർ കൊടുക്കാം. ഇവിടെ ടൈല് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ സ്കെയില് കൂട്ടണമെന്നുണ്ടെങ്കിൽ ടൈല് വന്നിട്ടുണ്ട്. എന്നിട്ടിപ്പോൾ ഇതിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പോർഷനിൽ അടുത്ത മെറ്റീരിയൽ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഈ മെറ്റീരിയൽ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണ്. എന്നാലാണ് മറ്റേ മെറ്റീരിയൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് Ctrl+I കൊടുക്കാം. Ctrl+I കൊടുത്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനെ വീണ്ടും കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിയാക്കാം. ഓക്കെ, അപ്പോൾ ഇതിവിടെ ലോക്കായിട്ടിരുന്നു. ഈ മെറ്റീരിയൽ ഇനി ചേഞ്ച് ആവില്ല. ഇനി നമുക്ക് ബാക്കി ഇതിന് മൊത്തം എഡിറ്റബിൾ പോളി എടുത്തിട്ട് മൊത്തം സെലക്ട് ചെയ്യുക. എന്നിട്ട് ആൾട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്തതിനൊക്കെ ഡീസെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വീണ്ടും മെറ്റീരിയൽ എടുക്കുക. നമുക്ക് ഈ ഒരു മെറ്റീരിയൽ അസൈൻ ചെയ്യാം. അസൈൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട്
സ്കെയിലർ എടുത്തിട്ട് ഇങ്ങനെ മെറ്റീരിയൽ നമുക്ക് കിട്ടും. ഇനി നമ്മളിങ്ങനെ ഹൈഡ് ചെയ്തതിന് അൺഹൈഡോട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തറ ഇവിടെ ഇതായിട്ടുണ്ട്. ഉള്ളിൽ ഇവിടെ മാത്രം ടൈലും ഇവിടെ മറ്റേ തറയുടെ മെറ്റീരിയലും. ഇനി നമുക്ക് ഇപ്പം വോളിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് മെറ്റീരിയൽ പോയിട്ട് ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും കളർ പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ വോളിന് ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മെറ്റീരിയൽ പോയിട്ട് വൈറ്റ് കൊടുക്കണമെങ്കിൽ വരച്ച് കൊടുക്കാം. ഓക്കെ, സെയിം ചെയ്യാം. അത് വൈറ്റ് കളറിൽ തന്നെയാണ് കൊടുക്കേണ്ടത്. പിന്നെ ഇനിയിപ്പോൾ റൂഫ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനും ആ ടൈൽ മെറ്റീരിയൽ കൊടുക്കാം. ഇത് കൊടുക്കാം, സെയിം ചെയ്യാം. ഇത് മറ്റേതുപോലെ എക്സ്ട്രൂഡ് കൊടുത്ത് ഉള്ളിലേക്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത് നമ്മുടെ റൂഫ് സ്ലാബാണ്, അതിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് ഈ റൂഫിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് റൂഫിനെ പിക്ക് ചെയ്യാം. ഞാനിവിടെ സെലക്ട് ചെയ്തിട്ട് കോസ്മോസ് ബ്രൗസറിൽ പോയി കഴിഞ്ഞാൽ ഇത് ലോഡ് ചെയ്തു, അസൈൻ ചെയ്തു, ഇതിനെ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ മാപ്പ് സ്കെയിലർ എടുക്കാം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ ഇവിടെ നമുക്ക് സ്റ്റെപ്സ് വരച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബോക്സ് യൂസ് ചെയ്ത് വരച്ചാൽ മതി. ഒരു സ്റ്റെപ്പ് വരച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം, അടുത്ത സ്റ്റെപ്പ് വരച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ബോക്സ് എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് മോഡിഫൈയിൽ പോയിട്ട് -45 കൊടുക്കാം. വിഡ്ത്ത് ലെങ്ത്ത് നമ്മുടെ 25 കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് -245 പകരം ഇതിൻ്റെ ഹാഫ് -22.5 കൊടുക്കാം. എന്നിട്ട് ഇതിനെ സ്നാപ്പ് ചെയ്തിട്ട് മെറ്റീരിയലും കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ആ ഒരു ലേ ഔട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ടോപ്പിലിടാം. ടോപ്പിലിട്ടിട്ട് ഒരു പ്ലെയിൻ വരച്ചു കൊടുക്കാം. ഒരു പ്ലെയിൻ വരച്ചു, ഇങ്ങനെ ഒരു പ്ലെയിൻ വന്നു. ഓക്കെ, എന്നിട്ട് ഇതിപ്പോൾ കണ്ടോ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇതിനെ ഈ പ്ലെയിൻ ഒന്ന് സെലക്ട് ചെയ്തിട്ട് മൂവ് കൊടുക്കാം. മൂവ് സെറ്റ് വാല്യൂ ഒരു -45 കൊടുക്കാം. അപ്പം കണ്ടോ പ്ലിന്തും കാണുന്ന രീതിയിൽ ഇറങ്ങി നിൽക്കും. ഇനി നമുക്ക് ഇതിൽ മറ്റേ പുല്ലിൻ്റെ ആ ഒരു ഇതൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഗാർഡൻ ഏരിയ ഒക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടോപ്പിലിട്ടിട്ട് ലൈൻ എടുക്കാം. ലൈൻ എടുത്തിട്ട്
കൊടുത്തു. എന്നിട്ട് ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഹൈഡ് അൺസെലക്റ്റഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനെ എക്സ്ട്രൂഷൻ കൊടുക്കുകയാണ് ചെയ്യുക. മോഡിഫൈ ലിസ്റ്റിൽ പോയിട്ട് എക്സ്ട്രൂഡ് കൊടുക്കുക. ഒരു ഹൈറ്റ് ഒരു എമൗണ്ട് ഒരു 10 കൊടുത്താൽ മതി. എന്നിട്ട് ടോപ്പിലിട്ടിട്ട് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുക. ഓക്കെ, കൺട്രോൾ V കൊടുത്തിട്ട് കോപ്പി എടുക്കുക. ഇൻസ്റ്റൻസ് മാറ്റി കോപ്പിയിലിട്ടിട്ട് ഓക്കെ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എക്സ്ട്രൂഡ് ഓഫാക്കി ലൈനിലോട്ട് ഇട്ടിട്ട് അതിലെ സ്പ്ലൈൻ, അതായത് ഇപ്പോൾ നമ്മൾ കോപ്പി എടുത്തതിൻ്റെ ഓക്കെ, അതിന് ഈ സ്പ്ലൈൻ എടുത്തിട്ട്, സ്പ്ലൈൻ അല്ല സെഗ്മെൻ്റ് എടുത്തിട്ട് ഇതിനെ പിക്ക് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അതിന് മാത്രം പിക്ക് ചെയ്താൽ മതി. എന്നിട്ട് സ്ക്രൂ. അപ്പോൾ കണ്ടോ, നമ്മുടെ ആ ഒരു സൈഡ് പോയിട്ടുള്ള ബാക്കിയുള്ള പോർഷൻസ് ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ഈ സ്പ്ലൈനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു ഔട്ട്ലൈൻ ഒരു 10 അല്ലെങ്കിൽ 12 കൊടുക്കാം. ഒരു ഔട്ട്ലൈൻ പോലെ വന്നിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിനെ എക്സ്ട്രൂഡ് കൊടുക്കാം. എക്സ്ട്രൂഡിൻ്റെ വാല്യൂ ഒരു 20 കൊടുക്കാം. ഓക്കെ, നമുക്ക് പെർസ്പെക്റ്റീവിൽ വന്നതാണ്. ഇങ്ങനെയും വരും, ഇങ്ങനെയും വരും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് ഇതിനെ പിക്ക് ചെയ്തിട്ട് മെറ്റീരിയൽ ഇവിടെ പോയി കഴിഞ്ഞാൽ ഗ്രൗണ്ടിൽ പോയി കഴിഞ്ഞാൽ ഇതിന് ഏതെങ്കിലും ഇതോ കൊടുത്ത് അസൈൻ ചെയ്തു സ്കെയിലർ എടുത്തിട്ട് ഗ്രൗണ്ടിൻ്റെ ആ ഒരു ഇത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ബൗണ്ടറി പോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കാം. അത് ജസ്റ്റ് ഡോറ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതുമാതിരി 10 സൈഡിൽ വരച്ചു കൊടുക്കും. ജസ്റ്റ് ടോപ്പിൽ ഇട്ടിട്ട് ഇതേ ഒരു സംഭവം ഇപ്പുറത്തെ സൈഡിലും മുട്ടുന്ന രീതിയിലാണ് വരച്ചു കൊടുക്കാം. ഇതിന് എക്സ്ട്രൂഡ് കൊടുക്കാം. കൺട്രോൾ V കൊടുത്ത് കോപ്പി ചെയ്യാം. അതിൻ്റെ സെഗ്മെൻ്റ് എടുത്തിട്ട് ഈ സെഗ്മെൻറ്റിനെ ഡിലീറ്റ് ചെയ്യും. ഇങ്ങനെ മാത്രം വരും. ഇതിന് സെലക്ട് ചെയ്തിട്ട് ഔട്ട്ലൈൻ കൊടുക്കാം. ഇപ്പുറത്തെ സൈഡിൽ വരുമ്പം -20 കൊടുക്കണം കേട്ടോ. ഞങ്ങളുടെ പുറത്തോട്ട് വരുള്ളൂ. എന്നിട്ട് എക്സ്ട്രൂഡ് ഒരു 20 മെറ്റീരിയൽ സ്കെയിലർ കൊടുക്കാം. എന്നിട്ട് ഹൈഡോട് കൊടുക്കാം. ഇങ്ങനെ സെറ്റ് ചെയ്തു.
മതിൽ വരയ്ക്കണം. മതിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നെങ്കിൽ ലൈൻ എടുത്ത് വരച്ചിട്ട് ഇപ്പം നമുക്ക് എവിടെ നിന്നാണോ മതിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്നോപ്പ് നോക്കിയിട്ട് ലൈൻ എടുത്ത് വരച്ച് ഇവിടെ നിർത്തി. എന്നിട്ട് ഇതിൻ്റെ നമ്മൾ ചെയർ വരയ്ക്കുമ്പം ഇവിടെ റെൻഡർ അപ്പിയറൻസ് ഓൺ ആക്കിയിട്ട് അതിന് തിക്നെസ് കൊടുത്തില്ല. ആ ഒരു മെത്തേഡിൽ നമുക്ക് കൊടുക്കാം. അപ്പം ഇതിങ്ങനെ ഇതിപ്പോൾ ഇവിടെ ഒരു റൗണ്ടായിട്ട് വരും. അതിന് പകരം ഇവിടെ റേഡിയൽ എന്നുള്ളടത്ത് റെക്റ്റാങ്കിൾ കൊടുക്കും. റെക്റ്റാങ്കിൾ കൊടുത്തിട്ട് അതിൻ്റെ ലെങ്ത് കൂട്ടിയിട്ട് ഒരു 150 160 സംതിങ് കൊടുക്കാം. പിന്നെ അതിൻ്റെ വിഡ്ത്ത് ഒരു 24 കൊടുക്കുക. ഇങ്ങനെ മതിൽ വരയ്ക്കാം. ഇതൊരു മെത്തേഡിൽ ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ടോപ്പിലിട്ടിട്ട് ആദ്യം ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കാം. ഇതിനൊന്ന് ഓഫാക്കിയിടുക. ഓഫാക്കാം. എന്നിട്ട് ഇതിനെ ഈ റെക്റ്റാങ്കിളിനെ പിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു എഡിറ്റബിൾ പോളിയല്ല സ്പ്ലൈൻ. എന്നിട്ട് ഇതിലെ സെഗ്മെന്റ് എടുക്കാം. ഈ സെഗ്മെന്റ് എടുത്തിട്ട് ഇവിടെ റിഫൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് എക്സ്ട്രാ നമുക്ക് വേർട്ടിസസ് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ വെർട്ടെക്സ് അല്ല, അത് ആഡ് ചെയ്ത് കൊടുക്കാനാണ് നമ്മൾ റിഫൈൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിഫൈൻ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ റിഫൈൻ യൂസ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ 2 പോയിന്റ്സ് പിക്ക് ചെയ്തു. എന്നിട്ട് ഇതിനെ സെഗ്മെന്റിലല്ല എടുക്കണം. റിഫൈൻ ഓഫ് ആക്കുക. എന്നിട്ട് ഇതിനെ മാത്രം പിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിനിങ്ങനെ ഒരു ഗ്യാപ്പ് വരും. ഇനി ഇതിനെ നമ്മൾ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. ലൈനിലോട്ട് ഇടുക. എന്നിട്ട് ഔട്ട്ലൈൻ ഒരു 24 സംതിങ് കൊടുക്കാം. എന്നിട്ട് എക്സ്ട്രൂഡ് കൊടുക്കാം. ഇതിന് ഹൈറ്റ് സ്ട്രൂഡിൻ്റെ ഹൈറ്റ് എത്രയാണോ 160 എത്രയാണോ നമ്മൾ അത് കൊടുക്കാം. കുറച്ചിങ്ങോട്ട് നീക്കി കഴിഞ്ഞാൽ ഈ ഒരു പുറത്തേക്കുള്ള പ്രൊജക്ഷൻ കാണില്ല. എന്നിട്ട് സെലക്ട് ചെയ്തിട്ട് മെറ്റീരിയൽ കൊടുക്കാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇനി കമ്പോണൻസ് ഇതിനെ ഈ ഒരു പ്ലെയിനെ ടിക്ക് ചെയ്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇൻ്റർലോക്കിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ കൊടുക്കാം. ഇതിലല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫ്യൂസിൽ പോയി കഴിഞ്ഞാൽ ബിറ്റ് മാപ്പ് വെച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ എടുക്കാം. നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ ഇവിടെ ഉണ്ടാവും. ഇതിനെ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിനി കമ്പോണൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഇപ്പം ഇതിലെ
സ്റ്റാൻഡേർഡ് പ്രൊമറ്റീവ്സിൽ AEC എക്സ്റ്റെൻഡ് എടുക്കുമ്പോൾ ഇവിടെ ഫോളിയേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞ് ഇവിടെ കുറച്ച് മരങ്ങളുടെ ഓപ്ഷൻസ് ഉണ്ട്. അതിനെ പിക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ട് വെച്ചാൽ മതി. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കണ്ടോ ഇതിങ്ങനെ വിസിബിൾ അല്ലല്ലോ ശരിക്കും. അപ്പം അതിന് വേണ്ടി ജസ്റ്റ് ഇതിനെ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈയിൽ പോയിട്ട് ഇവിടെ ഈ ഒരു വ്യൂ പോർട്ട് എന്നുള്ളത് ഓൾവേസ് കൊടുക്കുക. ഓൾവേസ് അല്ല, നെവർ കൊടുക്കുക. നെവർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് കാണും. കോളേജിൽ പോയി കഴിഞ്ഞാൽ ഓരോ മരങ്ങളൊക്കെ ഏതൊക്കെയാണ് വേണ്ടത്, ചെടികളൊക്കെ കൊടുക്കും. സൈസ് വലുതാക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈയിൽ പോയിട്ട് ഇവിടെ ഹൈറ്റ് എന്നുള്ളത് കുറച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇനി എന്നിട്ട് വീണ്ടും ഇവിടെ ക്രിസ്മസ് ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ ത്രീ ഡി മോഡൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെജിറ്റേറിയൻ ട്രീസ് ഒക്കെ ഉണ്ടാവും. അതിനടുത്ത് വയ്ക്കാം. 3D മോഡലിൽ എടുക്കാം. പിന്നെ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഫർണിച്ചറിൽ കൊടുത്തിട്ട് എന്ത് ഐറ്റംസ് അത് ഇൻറ്റീരിയറിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു ഇതൊക്കെ വരിക. പിന്നെ വെഹിക്കിൾ ഡൗൺലോഡ് ചെയ്തിട്ട് കൊണ്ടുവയ്ക്കാം. ഓക്കെ, എന്നിട്ട് അതിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മോഡിഫൈ എല്ലാം സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇത്രയും ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം പ്രൊജക്റ്റ്.